കേരള PSCയുടെ ഏറ്റവും പുതിയ 2025 ഏറ്റവും പുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ 3 നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അത് ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇങ്ങനെ 3 തലത്തിലുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ് നമുക്ക് പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വരാനുള്ളത്. കഴിഞ്ഞ ദിവസം കേരള PSC കമ്മീഷൻ്റെ ഒരു പുതിയ യോഗ തീരുമാനം ഉണ്ടായിരുന്നു. ആ ഒരു യോഗത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. 2025 നവംബർ 10 കമ്മീഷൻ്റെ യോഗം ഉണ്ടായിരുന്നത്. അതിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ, അങ്ങനെ തുടങ്ങി ഏകദേശം 54 തസ്തികകളിലോട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് 28/11/2025, ഈ മാസം നവംബർ 28 നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025, ഡിസംബർ 31 വരെ അത് അപേക്ഷിക്കാനുള്ള ഡേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷൻസ് വരാനുള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇത് 3 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 അതുപോലെ അതിന് പ്രിലിംസും ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻസും ഉണ്ടായിരുന്നു. 2 എക്സാമുകളായിട്ടാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി വരാനിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതിൽ പ്രിലിംസും ഉണ്ടാകും, മെയിൻസും ഉണ്ടാകും. ഈ പ്രിലിംസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ മെയിൻസിൻ്റെ സിലബസിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. ഇത് പേപ്പർ 1ഉം പേപ്പർ 2 എന്ന രീതിയിൽ ചിലപ്പോൾ ഇവിടെ സിലബസിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഇനി ഇവിടെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സിലബസിൽ, മെയിൻസിൻ്റെ സിലബസിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇതിൽ വരുന്ന സാലറി, അതുപോലെ തന്നെ വാക്കൻസി, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷന്, സിലബസ് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിൽ സിലബസ് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം മെയിൻസിൻ്റെ സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതുപോലെ വാക്കൻസി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഈ 2022 വന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ഇനി എത്ര പോകാനുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ, പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്കിനി വരാനുള്ളത്. ഏകദേശം ഒരു 28-ന് ഈ 3 നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. ഇത് 3 ആയിരിക്കും പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ് വരാനുള്ളത്.